മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ചെല്ലുന്നത് മംഗളൂർ എന്ന സ്ഥലത്തേക്കാണ്. അവിടെ നല്ല ചൂട് കൂടിയിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ മെയ് മാസമാണ് ചെല്ലുന്നത്. വീട് ഞങ്ങൾക്ക് അവിടെ റെഡി ആവാതെയാണ് ഞങ്ങൾ അവിടെ ചെല്ലുന്നത് തന്നെ. അപ്പോൾ മക്കളൊക്കെ ആകെ കൺഫ്യൂസ്ഡ് ആവാൻ തുടങ്ങി. എന്തിനാ നമ്മളിങ്ങനെ വന്നിരിക്കുന്നത്? നമുക്ക് കട്ടപ്പന വീടുണ്ടല്ലോ, പിന്നെ നമ്മൾ എന്തിനാ ഇവരൊരു എന്തോ ഒരു ട്രിപ്പിന് പോയത് പോലെ ഇതെന്നാ വീടില്ല നമ്മൾ നിൽക്കുന്നത്, ഇങ്ങനെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. ഒന്നാമത്തെ ചൂട് അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അന്നേരമാണ് യൗസപിതാവ് വീട് അന്വേഷിച്ച് നടന്ന ആ ഒരു രംഗം മനസ്സിലേക്ക് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവർ ലോങ് ജേണി യാത്ര ചെയ്തൊക്കെ മനസ്സിലേക്ക് കടന്നു വരാൻ തുടങ്ങി. ഞങ്ങളും അങ്ങനെ ഒരു നല്ലൊരു സ്ട്രഗിൾസിലൂടെ എവിടെ താമസിക്കും, ഒരു വീട് കണ്ടുപിടിക്കണം. അവിടുത്തെ ലാംഗ്വേജ് വേറെയാണ്. സാധാരണ ആൾക്കാരോട് സംസാരിക്കണമെങ്കിൽ നമ്മൾ അവിടെ കന്നഡയോ കൊങ്കിണിയോ തുളുവോ അങ്ങനെ ഏതെങ്കിലും ലാംഗ്വേജ് സംസാരിക്കണം. നമ്മളിവിടെ മലയാളം മാത്രം സംസാരിച്ചുകൊണ്ടിരുന്നവർ അവിടെ പോയിട്ട് പെട്ടെന്ന് വേറൊരു ലാംഗ്വേജ് സംസാരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ബ്രോക്കർമാരെ കണ്ടുപിടിക്കണമെങ്കിൽ ലാംഗ്വേജ് അറിയണം. ഇതൊക്കെ ഒരു ഞങ്ങൾ കടന്നുപോയൊരു സ്ട്രഗിളായിരുന്നു. അപ്പോൾ ആ സമയങ്ങളിൽ ഞങ്ങളും മക്കളും കൂടെ ഒരുമിച്ച് വിളിച്ചൊരു പ്രാർത്ഥനയുണ്ട്. അവിടെ ഒരു ഫാത്തിമ റിട്രീറ്റ് സെൻറ്റർ എന്ന് പറഞ്ഞൊരു സെൻറ്റർ ഉണ്ട്. അപ്പോൾ ഞങ്ങളെ അവിടെ നിർത്തിയിട്ട് ചായം പറഞ്ഞു, ഞാൻ പോയി 1-2 വീട് പോയി നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞു. നീ പറഞ്ഞതനുസരിച്ചല്ലേ ഞങ്ങൾ വന്നിരിക്കുന്നത്, ഞങ്ങൾക്ക് ഇന്നെങ്കിലും നല്ലൊരു വീട് ഒരുക്കി തരണേ എന്ന് ഞങ്ങൾ അവിടെ നിലത്ത് ആ റോഡിൻ്റെ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഫ്ലാറ്റിലാണ് ഞങ്ങളിപ്പോൾ താമസിക്കുന്ന വീട് ഉള്ളതെന്നുള്ളതാണ്. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്, കർത്താവ് നമ്മളെ നയിക്കും എന്നുള്ളത് അവിടെയൊക്കെ ഒരു പ്രാർത്ഥനയിലൂടെ ഇതിലെയൊക്കെ നമുക്ക് നേരിടാൻ പറ്റും എന്ന് മനസ്സിലാക്കിയ ഒരു സമയത്തൂടെയാണ് ഞങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നത്.